സമരങ്ങൾ സംഘടിപ്പിക്കാനും വിജയിപ്പിക്കാനും സവിശേഷമായൊരു കഴിവ് CPM-നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തിന് കിട്ടിയ ചാകരയായിരുന്നു സോളാർ കേസ്. കേരള രാഷ്ട്രീയത്തിലെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അധികായന്മാരെയെല്ലാം പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ അഴിമതി ആരോപണം. സോളാറും സരിതയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കാലം. സരിതയുടെ പട്ടികയിൽ ഇനി ഏതൊക്കെ രാഷ്ട്രീയക്കാരുണ്ടെന്ന് നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന കാലം. സോളാർ പ്രതിഷേധങ്ങളുടെ കലാശക്കൊട്ടായിരുന്നു LDF-ൻ്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം. അതിനു മുമ്പും ശേഷവും ഇത്രയും ജനപങ്കാളിത്തമുള്ള സമരം കേരളം കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലയിൽ നിന്ന് LDF പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തി. നഗരത്തിലെ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ പൂട്ടിയാണ് സർക്കാർ സമരത്തെ നേരിട്ടത്. തലസ്ഥാന നഗരം മുൾമുനയിൽ നിന്ന ദിവസങ്ങൾ. ഏത് നിമിഷവും സമരക്കാർ അക്രമാസക്തരാകുന്ന അവസ്ഥ. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് സമരം പ്രഖ്യാപിച്ച പാർട്ടികൾ പോലും ഭയന്ന സമയം. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി സമരം അവസാനിപ്പിച്ചതായി പ്രഖ്യാപനമുണ്ടായി. പ്രതിപക്ഷ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ പോലും അമ്പരന്ന തീരുമാനം. ഈ അമ്പരപ്പ് പ്രഖ്യാപനമുണ്ടായ ശേഷം ആദ്യ മണിക്കൂറുകൾക്കുള്ളിലെ അവരുടെ പ്രതികരണങ്ങളിൽ പോലും പ്രകടമായിരുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധം പാളിയതിൽ പ്രവർത്തകരും എന്തിന് നേതാക്കൾ പോലും വലിയ നിരാശയിലായിരുന്നു. വലിയ വിമർശനങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടായി. പല അഭിപ്രായങ്ങളും ഉയർന്നു. ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒത്തുകളിച്ചാണ് ഉപരോധം പൊളിച്ചതെന്ന ആക്ഷേപവും ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു. സോളാർ സമരം ഒത്തുതീർപ്പായതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയമാണ്. സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നെന്ന് അദ്ദേഹം ഒരു വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചത്. പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം. എന്നാൽ തോമസ് ഐസക് അടക്കം പാർട്ടി നേതാക്കൾക്കോ സമരത്തിൽ വന്ന പ്രവർത്തകർക്കോ ഇക്കാര്യം അറിയില്ലായിരുന്നു. താനും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇടനില നിന്നിരുന്നുവെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു. വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറഞ്ഞത് CPM ആണ്. ഒത്തുതീർപ്പ് ഫോർമുല UDF അംഗീകരിച്ചു. UDF-ൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിച്ചു. ഇടത് പ്രതിനിധിയായ NK പ്രേമചന്ദ്രൻ ചർച്ചകളിൽ പങ്കെടുത്തു. ചർച്ചകളിൽ കോടിയേരി പങ്കെടുത്തിരുന്നു. ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചത് ധാരണപ്രകാരമായിരുന്നുവെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തുന്നു. അതേസമയം സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിനെ പറ്റി അറിയില്ലെന്നാണ് തോമസ് ഐസക് പ്രതികരിച്ചത്. കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനം വായിച്ചുവെന്നും പറഞ്ഞത് ശരിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം ഇത്തരത്തിൽ തടിച്ചുകൂടിയത് ഒഴിവാക്കാനായിരുന്നു ശ്രമം. അതിൻ്റെ ഭാഗമായി ഇരുപക്ഷവും സംസാരിച്ചിരുന്നു. സമരം ഒത്തുതീർക്കാൻ ഒരു നിർദ്ദേശം വന്നു. അതിനോട് സർക്കാർ പോസിറ്റീവായി തന്നെ പ്രതികരിച്ചുവെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയ അഴിമതി ആരോപണവും അതുമായി ബന്ധപ്പെട്ട അണിയറ നീക്കങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. പൊതുജനം, പ്രത്യേകിച്ച് സമരമുഖത്ത് വീറോടെ നിൽക്കുന്ന CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാവും ഈ വെളിപ്പെടുത്തൽ സ്വീകരിക്കുക? അവർ ചതിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാകുമോ? രാഷ്ട്രീയത്തിനും രാഷ്ട്രീയക്കാർക്കും വില നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് പുതിയ വെളിപ്പെടുത്തൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഉറപ്പാണ്.